നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ചിന്തകളുണ്ടോ? ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടോ? എങ്കിൽ ഇത്തരം ചിന്തകളെ നിയന്ത്രിക്കുവാനും നിങ്ങളുടെ ജീവിതം റൈറ്റ് ട്രാക്കിലാക്കാനും സഹായിക്കുന്ന 7 ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. പൊതുവെ അമിതമായിട്ടുള്ള ചിന്തകൾ മനസ്സിന് ഉറപ്പ് കുറവുള്ള വ്യക്തികളും ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്ന് പരാജയങ്ങൾ നേരിട്ട് കോൺഫിഡൻസ് കുറഞ്ഞ് പേടിയുണ്ടാകുന്നതിന് ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ഇനി പറയുന്ന 7 ടിപ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അമിതമായിട്ടുള്ള ചിന്തകളെ നോർമലാക്കി കൊണ്ടുപോകാനും പേടി മാറ്റി കോൺഫിഡൻസ് വർദ്ധിച്ച് എപ്പോഴും വിജയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് കഴിയുന്നതാണ്. സാധാരണയായിട്ട് അമിതമായിട്ട് ചിന്തകളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ലൈഫിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴും പേടി കാണും. അങ്ങനെയുള്ള വ്യക്തികൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നത്തിങ് ഈസ് ഇമ്പോസിബിൾ അഥവാ എവരിത്തിങ് ഈസ് പോസിബിൾ. നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. പക്ഷേ അതിനുവേണ്ടി കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവുകയും ആ പ്ലാൻ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ടുകൾ വെയിറ്റ് ചെയ്ത് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് വീണ്ടും ഇംപ്ലിമെൻ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. സോ ചിട്ടയായ രീതിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും സഫലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് കഴിയില്ല എന്ന ചിന്ത മാറ്റിക്കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചാലും അതിനുവേണ്ടി ചിട്ടയായിട്ട് പരിശ്രമിച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ലഭിക്കും എന്ന ചിന്ത ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടായിരിക്കും. എല്ലാ വ്യക്തികളും ലൈഫിൽ ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും ഏറ്റവും സന്തോഷം തരുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. സോ പലപ്പോഴും അമിതമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ എല്ലാ ആളുകളും ഇത്തരം പാഷൻസാണ് ആദ്യം ഉപേക്ഷിക്കാറ്. അതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും നിങ്ങളുടെ പാഷൻസ് ഉപേക്ഷിക്കാൻ പാടില്ല. നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് എന്താണോ, ഒരു കാരണവശാലും അത് ത്യജിക്കാതെ അതിനുവേണ്ടി കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ സന്തോഷം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുകയും കൂടുതൽ പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം റോങ് ട്രാക്കിൽ നിന്ന് റൈറ്റ് ട്രാക്കിലേക്കാണ് ആകുന്നത്. മൂന്നാമതായിട്ട് അമിതമായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ വ്യക്തികളും മറ്റുള്ളവരിൽ നിന്ന് ഉൾവരിഞ്ഞ് ഒരു സ്വന്തം ലോകത്തിലേക്ക് മാത്രമായിട്ട് പോകും. ഇത് വളരെ അപകടം പിടിച്ച പണിയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കരുത്. സമൂഹമായിട്ട് എപ്പോഴും നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് മാക്സിമം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുവാനും സാമൂഹികമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങളുടെ ഒരു ദിവസത്തിൽ കുറച്ച് സമയം സോഷ്യൽ ഇൻ്ററാക്ഷൻസും സോഷ്യൽ കമ്മ്യൂണിക്കേഷനും സോഷ്യൽ ഡെവലപ്മെൻറ്റിനും വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സമയം ബന്ധുക്കളുമായിട്ട് ഇടപെടുക. ദിവസവും കുറച്ചു നേരം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കലാകായികമായി ബന്ധപ്പെട്ട ക്ലബ്ബുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയും കുറച്ചു നേരം ദിവസവും അവിടെ പോയി അത്തരം വ്യക്തികളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുസ്തകങ്ങൾ വായിക്കുക. എല്ലാ വ്യക്തികളുമായിട്ട് നന്നായിട്ട് ഇടപഴകുക, നന്നായി കണക്ട് ചെയ്യുക. ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും കൂടി ശ്രമിക്കുക. അല്ലെങ്കിൽ കിട്ടുന്ന സമയം ഇഫക്റ്റീവായിട്ട് ചെലവഴിക്കാനും കൂടി ശ്രമിക്കുക. ഈ പറയുന്ന രീതിയിൽ സമൂഹമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ അമിതമായിട്ടുള്ള ചിന്തകളെ നോർമലാക്കി നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. നാലാമതായിട്ട് ചെയ്യേണ്ടത് ലിവ് ഇൻ ദ പ്രസൻറ്റ്. അമിതമായിട്ടുള്ള ചിന്തയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഫ്യൂച്ചറിലും പാസ്റ്റിലുമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് ഭൂതകാലമാണ്. ഭൂതം എപ്പോഴും നമ്മളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വെറും ചരിത്രമായി മാറിയ കാര്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്കതിൽ ഒരു മാറ്റം പോലും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ആ ചരിത്രം നിങ്ങളെ മാറ്റിമറിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങളൊരിക്കലും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ശ്രമിക്കരുത്. അതുകൂടാതെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതും പരമാവധി അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നതൊരു മിസ്റ്ററിയാണ്.
നാളെ എന്താ സംഭവിക്കാമെന്ന് നമുക്കാർക്കും പറയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക, ഇന്നലെക്കുറിച്ച് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുകയും ഇന്നത്തെ ഒരു ഡേ, സോ പ്രസൻറ്റ്, ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കി അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ഇന്നുകളിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ വളരെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടി സംതൃപ്തിയോടു കൂടി ഇന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് എൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഓരോ ദിവസം എൻഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഹിസ്റ്ററിയെ നിങ്ങൾക്ക്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. അഞ്ചാമതായിട്ട് മെയിൻറ്റെയിൻ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളെപ്പോഴും മറ്റുള്ള വ്യക്തികളുമായിട്ട് നന്ദിയുള്ളവരാവാനായിട്ട് ശ്രമിക്കാം. നിങ്ങളെ സഹായിക്കുന്ന വ്യക്തികൾ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളുടെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ എല്ലാവരുമായിട്ട് നിങ്ങളൊരു തോളോട് തുറന്നിരുന്ന് പ്രവർത്തിക്കുകയും അവരോടെപ്പോഴും നന്ദിയുള്ളവരായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. ഓവർ തിങ്കിങ്ങിന് നമുക്ക് നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം നമുക്ക് താങ്ക്സ് ഗിവിങ് തന്നെയാണ്. സോ എപ്പോഴും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകളോട് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തന്നാൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് തന്നാലും അതിൻ്റെ നന്ദി സൂചകമായിട്ട് അവരുമായിട്ട് നല്ലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മനസാക്ഷിയുള്ള നല്ല വ്യക്തിത്വത്തിന് ഉടമകളോ നന്ദിയുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കൈകളിലും നിങ്ങൾ സഹായിക്കുന്ന ആളുകളുടെ കൈകളിലും ഭദ്രമായിരിക്കും. ആറാമതായിട്ട് നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് ഗിവ് ആൻഡ് ടേക്ക്. ഓവർ തിങ്കിങ് ഉള്ള വ്യക്തികൾ എനിക്ക് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം നേടിയെടുത്തതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം എന്ന പ്രവണതയാണ് പൊതുവെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. പക്ഷേ ലൈഫിൽ എപ്പോഴും നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് ആണ്, അല്ലാണ്ട് ടേക്ക് ആൻഡ് ഗിവ് അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആദ്യം നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്നേഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുക. തീർച്ചയായിട്ടും അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നതാണ്. നിങ്ങൾ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളെയും സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അവർ നിങ്ങളെ സന്തോഷിപ്പിക്കും. അതുകൊണ്ട് കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ, കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ കിട്ടത്തില്ല. ആ കാത്തിരിപ്പ് വെറും വിഫലമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഗിവ് ആൻഡ് ടേക്ക് പോളിസി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അത് ഓവർ തിങ്കിങ്ങിനെ ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് കഴിയുന്നതാണ്. ഏഴാമതായിട്ട് ഡോണ്ട് പ്രൊക്കാസ്റ്റിനേറ്റ്. അതായത് നീട്ടിവെക്കുന്ന ശീലം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം. പൊതുവെ ഓവർ തിങ്കിങ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ചെറിയ കാര്യങ്ങൾ വരെ നീട്ടിവെക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീട്ടിവെക്കുന്നതനുസരിച്ച് നിങ്ങളുടെ സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ലോകത്ത് നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്തതും ഉണ്ടാക്കുവാനായിട്ട് പറ്റാത്തതുമായിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് സമയം. അതുകൊണ്ട് ഇന്നത്തെ ഒരു സമയം നാളെ ലഭിക്കാത്തതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തിരിക്കണം. അതും ഒരു കാരണവശാലും നീട്ടിവെക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഓവർ തിങ്കിങ് ഉള്ള വ്യക്തികൾ ചിന്തിച്ചിരുന്ന് സമയം കളയുന്നതിന് പകരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യുകയും ഉച്ചതിരിഞ്ഞ് മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ചിട്ടിയോട് കൂടി ആ ടു ഡു ലിസ്റ്റ് പ്രകാരം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കാരണവശാലും നാളേക്ക് മാറ്റിവെക്കരുത്. നാളേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നാളെ വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ പറയുന്ന 7 ടിപ്സുകൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ കൈകാലുകളെ കിട്ടിയിട്ടിട്ടുള്ള ഈ ഓവർ തിങ്കിങ്ങുകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും നോർമലായിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹൈറ്റ്സിലേക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എത്തിച്ചേർന്ന് സന്തോഷകരമായിട്ട് ജീവിതം നയിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഈ ഓവർ തിങ്കിങ്ങിലേക്ക് നയിക്കുന്ന മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ മനഃശാസ്ത്ര വിദഗ്ധരെ കണ്ട് അതുകൂടി പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.